കൊച്ചി കലൂരിലെ നൃത്തപരിപാടിക്കിടെ അപകടമുണ്ടായ കാര്യം പ്രേക്ഷകർക്കറിയാം. ഇതിൻ്റെ സംഘാടകരായ മൃദംഗ വിഷൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് മരവിപ്പിച്ചു എന്ന് വാർത്ത വരുന്നുണ്ട്. മൃദംഗ വിഷൻ MD നികോഷ് കുമാറും ഓസ്കർ ഈവൻ ചുമതലക്കാരൻ ജിനേഷ് കുമാറും ഇന്ന് പാലാരിവട്ടം പോലീസിൽ കീഴടങ്ങും. സ്റ്റേജിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമാ തോമസ് MLA കൊച്ചി റിനൈ മെഡിസിറ്റി എന്ന ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ഇപ്പോഴും തുടരുകയാണ്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, നമ്മുടെ ചില പ്രേക്ഷകരൊക്കെ ഉമാ തോമസിൻ്റെ ആരോഗ്യനിലയെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയ അവസ്ഥ? അത് കഴിഞ്ഞ് നമ്മുടെ മൃദംഗ വിഷൻ്റെ കാര്യം. ഗുഡ് മോർണിംഗ്. നിലവിൽ ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്ന് തന്നെയാണ് ആശുപത്രി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിന്റെ ഔദ്യോഗികമായ പ്രതികരണം അല്പസമയത്തിനകം തന്നെ അവർ തന്നെ നൽകും. ഇന്നലെ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ചില ആശങ്കകൾ നിലനിന്നിരുന്നത് ഈ ശ്വാസകോശവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ തലക്കേറ്റ പരിക്കുമൊക്കെയാണ്. എന്നാൽ അതൊന്നും നിലവിൽ സാരമല്ല, ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നുണ്ട് എന്ന് ഇന്നലെ ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നു. അതായത് ഉമാ തോമസ് തിരിച്ചു വരുന്നു എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാനാകും. ഇനി കേസിന്റെ പശ്ചാത്തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്നലെയാണ് മൃദംഗ വിഷ്ണുവിനെതിരെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് പാലാരിവട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളിൽ ഒരു പ്രാഥമിക അന്വേഷണം പോലീസ് നടത്തുകയും ചെയ്തു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇവരുടെ ഈ അക്കൗണ്ടുകൾ താൽക്കാലികമായി ഫ്രീസ് ചെയ്യാനുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം കടന്നത്. ഏതെല്ലാം ഇടപാടുകളാണ് ഇവർ നടത്തിയതെന്ന് വിശദമായി പരിശോധിക്കും. ഒപ്പം ഈ കുട്ടികളിൽ നിന്നടക്കം പിരിച്ച പണം ഏത് അക്കൗണ്ടിലേക്കാണ് പോയത് എന്നുള്ള കാര്യത്തിലും ഒരു വിശദമായ പരിശോധന അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് 2 മണിയോടുകൂടിയാണ് മൃദംഗം വിഷൻ MD നികോഷ് കുമാറിനോട് പാലാരിവട്ടം പോലീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. നേരത്തെ കോടതി അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. ആ ഘട്ടത്തിൽ കോടതിയാണ് നിർദ്ദേശിച്ചത് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകണമെന്ന്. അന്വേഷണ സംഘത്തിന് മുമ്പിൽ നികോഷ് ഹാജരായാൽ ഉറപ്പായും അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ള കാര്യം തർക്കമില്ല. അതിനുശേഷം അയാളെ ജാമ്യത്തിൽ വിടും. കാരണം ഇടക്കാല ജാമ്യം നിലനിൽക്കുന്നതുകൊണ്ട് ജയിലിലേക്ക് വിടാനുള്ള സാധ്യതയില്ല. ഇതിൽ 2 കേസിലും അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക തട്ടിപ്പ് കേസിലും അതോടൊപ്പം തന്നെ ഉമാ തോമസിന് അപകടമുണ്ടായ കേസിലും 2 കേസിൽ നികോഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഒരു വശത്ത് അന്വേഷണം ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പോലീസ്. ഒപ്പം മറ്റ് ഏജൻസികൾ, പ്രത്യേകിച്ച് നഗരസഭയും അതോടൊപ്പം GCDയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആഭ്യന്തര അന്വേഷണം നടത്തുന്നുണ്ട്. അതിന്റെ റിപ്പോർട്ടും ഉടൻ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്.